എന്ത് കോപ്പറാന്ന് കാണിച്ചിട്ടാണ് ബിഗ് ബോസിൽ കയറി അടങ്ങൂ എന്ന് പറയുന്ന ആളുകൾ ആരൊക്കെ നോക്കാം. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ മുൻപന്തിയിലാണ് അലിൻ ജോസ് പെരേര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ. 6 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന പദവി അലങ്കരിക്കുന്ന അലിൻ ജോസ് പെരേര എല്ലാവർക്കും അറിയാം. കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറണം എന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് അലിൻ ജോസ് പെരേര. പിന്നെ ഉള്ളത് ആറാട്ടണ്ണനും ബിഗ് ബോസിൽ കയറണം എന്ന് തന്നെയുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും കയറിക്കൂടിയ എന്നുള്ള വ്യക്തിയാണ് ആറാട്ടണ്ണൻ. ആദ്യം പറയും എനിക്ക് പോകാൻ താല്പര്യമില്ലെന്നൊക്കെ അങ്ങേര് പറയും. പക്ഷേ പുള്ളിയും ബിഗ് ബോസിൽ കയറാൻ താല്പര്യമുള്ള വ്യക്തി തന്നെയാണ്. എന്തൊക്കെ കാണിച്ചിട്ടാണേലും ബിഗ് ബോസിൽ കയറാൻ ഉള്ള വ്യക്തി അലിൻ ജോസ് പെരേര. പിന്നെയുള്ള അട്ടായം അഭിലാഷ്. പല ആളുകളും പുള്ളീനെ ഇരട്ടപ്പേരെ കരിമണിക്കൂട്ട കരടി എന്നൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ പോട്ടെ, പല ഇത് കാണിച്ചു. പുള്ളി ഒരു നല്ല കലാകാരനാണ് കേട്ടോ. പുള്ളി ഒരുപാട് സ്റ്റേജ് ഷോയിലൊക്കെ പുള്ളി നല്ല പക്ഷെ പുള്ളി രീതി എങ്ങനെയാണോ അത് മാറിയിട്ടുണ്ട്. അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം എങ്ങനെയെങ്കിലും പുള്ളി ബിഗ് ബോസിൽ കയറാനുള്ള എല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെയുള്ളത് കൊച്ചിക്കാരൻ പൈനാപ്പിൾ അണ്ണാണ്. ഈ പൈനാപ്പിൾ അണ്ണനും എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറി നടക്കും. നല്ല സിനിമയിൽ ഇതിൽ കയറണം എന്ന് ഉള്ള 2 വ്യക്തികളാണ്. ഒന്ന് അലിൻ ജോസ് പെരേര, ഒന്ന് നമ്മുടെ അട്ടായം അഭിലാഷ്, 3 വിഷ്ണു കൊച്ചിക്കാരൻ എന്ന പൈനാപ്പിളാണ്. അതിൽ ആറാട്ടണ്ണൻ സിനിമയിൽ 1-2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ആരൊക്കെ തെറി പറഞ്ഞാലും ഇങ്ങനെ കുറേ വ്യക്തികളുണ്ട്. അവർക്ക് യാതൊരു പ്രശ്നമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറണം. അതിൽ ആറാട്ടണ്ണൻ്റെ കാര്യം അവിടെ ഒഴിച്ച് നിൽക്കും. ബാക്കി എല്ലാവർക്കും ഈ 3 പേർക്കും എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറിയേ പറ്റും. അപ്പോൾ അവർ തന്നെ അറിയാം എങ്ങനെയെങ്കിലും ഒന്ന് പോപ്പുലർ ഫേമസ് ആണ് ഓൾറെഡി. അപ്പം അലിൻ ജോസ് പെരേരക്കൊക്കെ അത്യാവശ്യം ഫേമസ് ആണ്. അപ്പം ഇവരെങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറി കൂടിയാൽ ആരൊക്കെ എന്തൊക്കെ തെറി പറഞ്ഞാലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർക്കത് പ്രശ്നമേ അല്ല. ഇവരതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ ഒരാളുണ്ട് ചെകുത്താൻ, ഒരു യൂട്യൂബറാണ്. എപ്പോഴും ലാലേട്ടനെ തെറി പറഞ്ഞ് ലാലേട്ടനെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് ഒരു സൈക്കോ പോലത്തെ ഒരു വ്യക്തിയാണ് ചെകുത്താൻ. ഞാൻ വിട്ടുപോയ പേരിലാണ്, ക്ഷമിക്കുക. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇത്രയും പേർക്ക് എങ്ങനെയെങ്കിലും ഇപ്പം ചെകുത്താൻ്റെ കാര്യത്തിൽ ലാലേട്ടനുള്ളതുകൊണ്ട് കയറുമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി ഈ 4 പേര് എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറിയ കടമു എന്ന് പറയുന്നത് നടക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.